ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അനാമിക തറപ്പിച്ച് പറയുന്നുണ്ട് നയനയാണ് ദേവയാനിക്ക് വിഷം കൊടുത്തതെന്ന്. അത് കേൾക്കുമ്പം മുത്തശ്ശൻ പറയും കാര്യങ്ങൾ അറിയാതെ പറയരുതെന്ന്. എന്തായാലും ആ പാല് കുടിച്ചതിന് ശേഷമാണ് വല്യമ്മയ്ക്ക് വയ്യാഴിക ഉണ്ടായത്. അതിനകത്ത് എന്തോ വിഷം ചേർത്തിട്ടുണ്ട് ഏട്ടത്തിന്ന്. ഒരിക്കലും അവൾ അത് ചെയ്യില്ല. അവൾ എനിക്കായിട്ട് കാച്ചി വെച്ചിരുന്ന പാലായിരുന്നു അത് അമ്മായി അബദ്ധവശാൽ എടുത്ത് കുടിച്ചതാണ്. അവൾ പാല് കാച്ചി വെച്ചിട്ട് മുറിയിലേക്ക് പോന്നിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ചെന്നപ്പോൾ ആ പാല് കണ്ടില്ല. അത് കഴിഞ്ഞ് അവൾ ഫ്രിഡ്ജിൽ നിന്ന് വേറെ പാലെടുത്താണല്ലോ എനിക്ക് കാച്ചി തന്നത്. അതുകൊണ്ട് അതിനിടയിൽ ആരോ അതിനകത്ത് എന്തോ വിഷം കലർത്തിയിട്ടുണ്ടെന്ന് പറയും. ഉടനെ മുത്തശ്ശൻ പറയും, എന്തായാലും ദേവയാനിക്ക് പാല് കുടിച്ചിട്ടാണോ അതോ അല്ലാതെ വല്ല അസുഖമാണോ എന്നറിയാതെ ആരും അഭിപ്രായം പറയണ്ട, പരസ്പരം പഴി ആരുകയും വേണ്ടെന്ന് പറയും. അപ്പോഴാണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. ആ മോൻ വന്നല്ലോ എന്ന് മുത്തശ്ശൻ പറയും. എങ്ങനെയുണ്ട് ദേവയാനിക്കെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശനോട് എങ്ങനെയാണ് സത്യം പറയുന്നതെന്നോർത്ത് ആദർശ് നിന്ന് കുഴപ്പമില്ല എന്നൊക്കെ പറയും. ആദർശിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കൊരു ഫോൺ കോൾ മതി എല്ലാ കാര്യങ്ങളും അറിയാൻ, എന്നാലും നീ കാര്യം പറയുന്നതല്ലേ നല്ലതെന്ന്. അത് പിന്നെ മുത്തശ്ശ അമ്മ ICUവിലാണെന്ന് പറയും. അത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടുന്നുണ്ട്. പിന്നെ എന്തോ പാല് കുടിച്ചതിൽ നിന്നുണ്ടായതാണെന്ന് ഡോക്ടർ പറഞ്ഞെന്നോട് പറയുമ്പോഴത്തേന് അനാമികയും അമ്മയും ശരിക്കും വിരളുന്നുണ്ട്. പാലിൽ ആരോ വിഷം കലർത്തിയിരുന്നെന്നാ പറഞ്ഞതെന്ന് പറയും. അനാമികയുടെയും അമ്മയുടെയും വിളർച്ചയൊക്കെ മുത്തശ്ശൻ ശ്രദ്ധിക്കുന്നുണ്ട്. രക്ഷപ്പെടാനായിട്ട് ഉടനെ രേവതി പറയും, അന്ന് ആ പാല് കാച്ചി വെച്ചിരുന്നത് ആദർശിൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് ചോദിക്കും, അതിനെന്താന്ന് ചോദിക്കും. ഇതുവരെ ഈ വീട്ടിലെ എല്ലാ അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരുന്നതും നയന തന്നെയാണ്. നയനയാണ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നതും. ഒരിക്കലും അവൾ ആർക്കും വിഷം വിളമ്പി കൊടുക്കാറില്ലെന്ന് പറയും. അല്ല, ആ പാല് കുടിച്ചതിന് ശേഷമാണല്ലോ ദേവേടത്തേക്ക് ഇങ്ങനെ കുഴപ്പങ്ങളുണ്ടായെന്ന് രേവതി പറയുന്നുണ്ട്. അച്ഛനും നയനയും ഹോസ്പിറ്റലിലാണ്, അവർക്കുള്ള ഡ്രസ്സ് എടുക്കാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ആദർശ് മേലിലേക്ക് കയറിപ്പോവും. ഉടനെ രേവതി മുത്തശ്ശനോട് പറയും, സാറേ എനിക്ക് പേടിയുണ്ട് എൻ്റെ മോളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ. ഇതുപോലൊക്കെയുള്ള സംഭവങ്ങളുണ്ടായാൽ ഞങ്ങൾ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നതെന്നൊക്കെ ചോദിക്കും. എൻ്റെ മോൾക്കും ഇതുപോലെ നാളെ ഒന്നും ഉണ്ടാകില്ലെന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുടനെ മുത്തശ്ശൻ പറയും, രേവതിക്ക് അത്ര പേടിയാണെങ്കിൽ അനിയുടെ അനുവാദത്തോടെ മോളെയും വിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലോട്ട് പോയിക്കോളാൻ പറയും. അത് കേൾക്കുന്ന അനാമികയും രേവതിയും ഞെട്ടും. ഉടനെ അനാമിക പറയും, അതല്ല മുത്തശ്ശ, അമ്മയുടെ ടെൻഷൻ കാരണം അമ്മ അങ്ങനെ പറഞ്ഞെന്നേ ഉള്ളൂ, അല്ലാതെ ഉള്ള കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഉടനെ തന്നെ അമ്മയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകും. റൂമിലേക്ക് ചെല്ലുന്ന അനാമിക അനിയോടാണ് ആ ദേഷ്യം മുഴുവൻ തീർക്കുന്നത്. എടാ, നീ ഇങ്ങനെ നിന്നാൽ മതിയോ? ആശുപത്രി കിടക്കുന്നത് നിൻ്റെ വല്യമ്മയാണ്, നിന്നെ ആദർശേട്ടനെ പോലെ തന്നെ സ്നേഹിക്കുന്ന വല്യമ്മ. എന്നിട്ട് നീ ഇങ്ങനെ ഇതിന് ഒരു മറുപടിയും പറയാതിരുന്നാൽ എങ്ങനെയാ? നിൻ്റെ ഏട്ടത്തിയല്ലേ ഇപ്പോൾ ആ വല്യമ്മയ്ക്ക് പാലിനകത്ത് വിഷം കലക്കി കൊടുത്തെന്ന് ചോദിക്കും. കാണാത്ത കാര്യം പറയരുത് അനാമികയെ, ഒരിക്കലും ഏട്ടത്തി അങ്ങനെ ചെയ്യില്ല. നീ ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ഞാനങ്ങ് വിശ്വസിച്ചെന്നിരിക്കും, അല്ലാതെ ഏട്ടത്തി ആരെ ഉപദ്രവിക്കാൻ നടക്കുന്ന ആളല്ല. നിനക്കറിയാമല്ലോ, ഒരു വഴക്കിലൂടെയാണ് ആദർശേട്ടനും നയനേട്ടത്തിയും കണ്ടുമുട്ടുന്നത്. പിന്നീട് അവരുടെ കല്യാണവും പ്രശ്നങ്ങളായിരുന്നു. അത് കഴിഞ്ഞും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും ഇപ്പോൾ ആദർശേട്ടൻ നയനേട്ടത്തിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതിന് കാരണം ഏട്ടത്തി കുറുക്ക വഴിയിലൂടെ ഒന്നും അല്ല ആ സ്നേഹം പിടിച്ചു പറ്റിയത്. ഏട്ടത്തിയുടെ പ്രവൃത്തിയിൽ നിന്നാണ് ഏട്ടത്തി എല്ലാവരെയും സ്നേഹിപ്പിച്ചത്. നീയും നിൻ്റെ അമ്മ ഇവിടെ കയറി വന്നതിൽ പിന്നെയാണ് ഈ വീട്ടിൽ ഇത്രയും അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതെന്തായി? ഇവിടെ നേരത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിരുന്നു. അബിയും അവരുടെ അമ്മയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും രൂക്ഷമായത് നീ വന്നു കഴിഞ്ഞാൽ പിന്നെയാണ്. അല്ലെങ്കിൽ നീ നിൻ്റെ ഏട്ടത്തിയെ പൊക്കിയല്ലേ പറയത്തുള്ളൂ. അത് നിൻ്റെ കാമുകിയുടെ ചേച്ചിയല്ലേ എന്ന് ചോദിക്കും. അതെ, നന്ദുവിൻ്റെ ചേച്ചി തന്നെയാണ് നയനേടത്തി. അതിനേക്കാൾ ഉപരി എൻ്റെ ഏട്ടത്തിയമ്മയാണ്. പിന്നെ ഒരു കാര്യം, നീ ഇവിടെ കിടന്ന് വെറുതെ ബഹളം വെക്കാവുന്നേ ഉള്ളൂ. ഞാനോ ആദർശേട്ടനോ അച്ഛനോ ആരും നയനേടത്തിയെ കുറ്റക്കാരിയായിട്ട് കണക്കാക്കില്ല എന്ന് പറയും. ഇത് കേൾക്കുന്ന അനാമികയ്ക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നവ്യ റൂമിലിരിക്കുമ്പോഴാണ് കനക ഫോൺ വിളിക്കുന്നത്. കനക ഭയങ്കര സന്തോഷത്തിലാണ്. അന്നേരം നവ്യ ഓർക്കുന്നുണ്ട്, ദൈവമേ, അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ ഈ വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ചാണ് ഫോൺ എടുക്കുന്നത്. അന്നേരം കനക ചോദിക്കും, മോളെ എങ്ങനെയുണ്ട്, അഭിമോൻ എന്തിയേ എന്നൊക്കെ ചോദിക്കും. പുറത്തോട്ട് പോയമ്മയെന്ന് പറയും. ഞങ്ങൾ ഇന്നലെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. മോടെ അച്ഛനും ഞാനും ഇന്നലെ സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങിയെന്നൊക്കെ പറയും. എന്തായാലും മോടെ ഭർത്താവ് സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ. 2 മരുമക്കളും ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ 2 പേരും എന്ന് പറയും. ഞങ്ങൾക്ക് നയനമോളുടെ കാര്യം ഓർത്ത് പേടിയൊന്നുമില്ല, നിൻ്റെ കാര്യം ഓർത്തേ ഉള്ളൂ
ചെറിയൊരു വിഷമം. നിനക്ക് പിന്നെ ഇപ്പോഴത്തെ സ്വഭാവമല്ലല്ലോ കുറച്ച് നേരം കഴിയുമ്പോൾ. ഇനി അങ്ങനെയൊന്നും ചെയ്യല്ല് കേട്ടോ. എപ്പോഴും സ്നേഹത്തോടെ വേണം അവനോട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ എന്ന് പറഞ്ഞു കൊടുക്കും. ശരിയമ്മ എന്ന് പറഞ്ഞ് നവ്യ ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് അഭി അങ്ങോട്ട് കയറി വരുന്നത്. ഇന്നലെ രാത്രി പാല് കാച്ചിയത് നയനേടത്തിയാണ്. ശരിക്കും അവർ ചെയ്തത് എന്താണെന്നറിയോ? നിന്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാനായിട്ട് അവർ ആ പാലിൽ വിഷം ചേർത്ത് വെച്ചു. അതറിയാതെ അമ്മായി അതെടുത്ത് കുടിച്ചു. നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് നയന ചോദിക്കും. നിന്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി വിഷം ചേർത്തത് തന്നെയായിരുന്നു നയനേടത്തിന്ന് അഭി പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവളുടെ ജീവിതം നന്നാകുന്നതിനേക്കാൾ നന്നായിട്ട് എൻ്റെ ജീവിതം പോകണമെന്ന് ആഗ്രഹിക്കുന്നവളാവൾ. അതുകൊണ്ട് അവളെ നീ കുറ്റം പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ലെന്ന് പറയും. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ശരിക്കും ഇന്നലെ എന്നോട് സ്നേഹം തന്നെ ആയിരുന്നോ? ഇന്നലെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേന് മനസ്സങ്ങ് മുരടിച്ചു പോയെന്ന് പറഞ്ഞ് അഭി ദേഷ്യത്തിൽ ഇറങ്ങി അങ്ങ് പോകും. ഹാളിലിരിക്കുന്ന മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് ജലജ വരും. അപ്പം ജലജ പറയുന്നുണ്ട്, മാല ഇട്ടിരിക്കുക എന്നുള്ളൊരു ബോധം ഇവിടെ പലർക്കും ഇല്ലെന്ന്. ആരെക്കുറിച്ചാണ് നീ പറയുന്നതെന്ന് ചോദിക്കും. എൻ്റെ മോനെയും മരുമോളെയും കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവർക്ക് മാല ഇട്ടിരിക്കുക എന്നൊരു ബോധമില്ല. കൊഞ്ചിക്കൊഴിഞ്ഞൊക്കെ പുറത്ത് പോവുകയും നടക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ എന്ന് ചോദിക്കും. അന്നേരം അഭി ഇറങ്ങി വരുമ്പോൾ അമ്മ ചോദിക്കുന്നു, അഭിയോട് ചോദിക്കാൻ പറയും. അപ്പോൾ അഭി പറയും, അത് മാല ഇടുന്നോടം വരെ ഞാൻ ഇവളെ വെറുത്തിട്ടേ ഉള്ളല്ലോ. അത് കഴിഞ്ഞ് മാല ഇട്ട് കഴിഞ്ഞപ്പം ഒന്ന് നന്നാകാമെന്ന് തീരുമാനിച്ചതാണെന്ന് പറയും. അപ്പം നവ്യ പറയും, ശരിയാണ് മുത്തശ്ശ, ഒരുപാട് നാൾ കൂടിയാണ് ഇവൻ എന്നെ സ്നേഹത്തോടെ പുറത്തൊക്കെ കൊണ്ടുപോയത്. ആ സമയത്ത് ഇവൻ മാല ഇട്ടിരിക്കുക എന്നുള്ള കാര്യം ഞാൻ ചിലപ്പോഴൊക്കെ മറന്നുപോയെന്ന് പറയും. ഇനി അങ്ങനെ ചെയ്യരുത്. അങ്ങനെ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്ത് എന്ന് മാപ്പ് പറയണം രണ്ടുപേരും എന്ന് മുത്തശ്ശി പറയും. അപ്പോൾ രണ്ടുപേരും മുറിയിൽ നിന്ന് അങ്ങ് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജലജ വീണ്ടും പറയും, ഇവർക്ക് മാത്രമല്ല ഇവിടെ ബാക്കിയുള്ളവർക്കും ആ ഒരു ബോധമില്ലെന്ന് പറയും. അതാരെക്കുറിച്ചാണ് നീ വീണ്ടും പറഞ്ഞെന്ന് ചോദിക്കും. ആദർശിനും നയനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞെന്ന് പറയും. അവർ പലപ്പോഴും നിന്ന് കൊഞ്ചിക്കൊഴിയുന്ന ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയും. നീ അത് പറയരുത്. ആദർശും നയനയും 2 മുറിയിലല്ലേ ഉറങ്ങുന്നത്. അത് പോരാഞ്ഞിട്ട് നവ്യേക്കാട്ടിലും അനിയത്തിയാണ് നയനയെങ്കിലും പക്വത കൊണ്ട് മൂത്തത് നയന തന്നെയാണ്. അതുകൊണ്ട് നീ അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ജലജയ വഴക്ക് പറയും. പിന്നീട് കാണിക്കുന്നത് നയനയും നവ്യയും കൂടെ പുറത്ത് വെച്ച് കാണുന്നതാണ്. നവ്യ നയനോട് പറയുന്നുണ്ട്, നിന്നെയാണ് എല്ലാവരും പ്രതിയായി കണക്കാക്കുന്നത്. നീ കാച്ചി വെച്ച പാലല്ലേ അമ്മായി എടുത്ത് കുടിച്ചതെന്ന്. എൻ്റെ ചേച്ചി, ഞാൻ ആ പാലവിടെ കാച്ചി വെച്ചിട്ട് അങ്ങോട്ട് മാറിയതേ ഉള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ആ പാലവിടെ കണ്ടില്ല. പിന്നെ ഞാൻ വേറെ പാലെടുത്താ ചേച്ചിക്ക് കാച്ചി തന്നത്. എന്തായാലും ചേച്ചിക്ക് ഞാൻ വിഷം ചേർത്ത പാല് തരത്തില്ലല്ലോ. ഇതാരോ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണെന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എനിക്ക് ചിലരെ സംശയമുണ്ടെന്ന്. ആരെയാ ചേച്ചി പറയാൻ പറയും. നവ്യ പറയും ഉടനെ, എൻ്റെ അമ്മായിയമ്മയും എൻ്റെ ഭർത്താവിനെയും തന്നെ എനിക്ക് സംശയമെന്ന്. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുന്നു. പറയും, അതല്ല, ഇന്നലെ എൻ്റെ ഭർത്താവിന് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നെ പുറത്ത് കൊണ്ടുപോവുകയും നമ്മുടെ വീട്ടിൽ പോവുകയും ഫുഡ് കഴിപ്പിക്കുകയും തിയേറ്ററിൽ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ ഇന്ന് അവൻ എന്നോട് ആ സ്നേഹമൊന്നും ഇല്ലെന്ന് പറയും. അതെന്താ ഇന്നലത്തെ സ്നേഹം അത്ര പോലെ ഇല്ലെന്ന് ചോദിക്കും. ഇല്ല, അതെനിക്ക് തോന്നി അങ്ങനെയെന്ന് പറയും. പിന്നുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ അനാമികയും അവളുടെ അമ്മയുമാണ്. അവർ പായസത്തിൽ വിഷം കലക്കി വെച്ചിരുന്നത് ഞാൻ കണ്ടതല്ലേ. എന്നിട്ട് ഞാനത് മാറ്റി വെച്ച് അവർക്ക് പണി കൊടുക്കുകയും ചെയ്തു. അതിന് പകരം വീട്ടാനായിട്ട് അവർ ചെയ്തതാണോന്നും തോന്നുന്നെന്ന് പറയും. അവരങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കും. ഇവരതല്ല, അതിൻ്റെ അപ്പുറവും ചെയ്യുന്നവരാ എന്ന് നവ്യ പറയുന്നുണ്ട്. എന്തായാലും ആദർശനും അച്ഛനും ഒന്നും നിന്നോട് സംശയമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. അവരൊരിക്കലും എന്നെ സംശയിക്കില്ല. ഞാൻ പാല് കാച്ചി വെച്ചിരുന്നത് ചേച്ചിക്കല്ലേ. ചേച്ചിക്ക് എന്തായാലും ഞാൻ വിഷം തരില്ലെന്ന് അവർക്കറിയാം. പിന്നെ ആരോ ഇതിനിടയിൽ കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയും. ആദർശും ജയനും കൂടെ ഡോക്ടറെ ചെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയും, എന്തായാലും ദേവയാനിയോട് ഞാൻ സംസാരിച്ചിരുന്നു. സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു പ്രശ്നങ്ങളും ദേവയാനിക്കില്ലെന്ന് പറഞ്ഞെന്ന് പറയും. പിന്നെ ആ പാലിൽ ആരോ വിഷം കലർത്തി വെച്ചത് തന്നെയാണ്. ഇനി എങ്ങനെയാണ് ഊരുറപ്പിച്ച് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിക്കും. എന്നാലും എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടറെ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണ്. പല ഓർഗൻസിനും വിഷം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലഡ് മുഴുവൻ മാറ്റിയിട്ട് പുതിയ ബ്ലഡ് കയറ്റണമെന്ന് പറയും. ബ്ലഡ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയാവുമോ എന്ന് ചോദിക്കും. എന്തായാലും നമുക്ക് ശ്രമിക്കാമെന്ന് ഡോക്ടർ പറയുമ്പോൾ ആദർശും ജയനും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.